രാത്രി ഏറെ വൈകി റിസോർട്ടിലെത്തിയത് കൊണ്ട് റിസോർട്ടിൻ്റെ ഭംഗിയൊന്നും ആസ്വദിക്കാനും കാഴ്ചകളൊന്നും കാണാനൊന്നും സാധിച്ചില്ല ആർക്കും. അപ്പം രാവിലെ എഴുന്നേറ്റ് അവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാനുള്ള ശ്രമത്തിലാണ്. നമ്മുടെ നാട്ടിലൊന്നും കാണാത്തത്ര ചെടികൾ കൊണ്ട് പൂക്കൾ കൊണ്ട് മനോഹരമായ ഒരു അന്തരീക്ഷമാണ് മൂന്നാറിൽ എവിടെയും. എല്ലാവരും ഉറക്കമെഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. ഞാനും ഫാമിലിയും കൂടെയാണ് കറങ്ങാൻ ഇറങ്ങിയത്. ഹലോ, ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് ബ്രോഡ് ബീൻ റിസോർട്ടിലാണ്, മൂന്നാറിലുള്ള ബ്രോഡ് ബീൻ റിസോർട്ടിലാണ്. സജിത എത്തിയിട്ടില്ല, ഇപ്പോൾ വരും. ഞങ്ങൾ ആ നേരം കൊണ്ട് ഇവിടേക്ക് ഒന്ന് ചുറ്റി കറങ്ങാമെന്ന് വെച്ച് വന്നതാണ്. വളരെ രസകരമായ ഒരു റിസോർട്ടാണിത്. ഇപ്പം ഏതെടുത്ത് തീർക്കണമെന്ന് അറിയത്തില്ല. സജിത എത്തുന്നതിന് മുമ്പ് കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു. അപ്പോൾ അവിടെ റിസോർട്ടിൻ്റെ ഒരു ഭാഗത്തായിട്ട് ശ്രീ വിവേകാനന്ദൻ്റെ ഒരു സുന്ദരമായ ഒരു പ്രതിമയുണ്ട്. അപ്പോൾ അതിനകത്ത് കയറി നമുക്ക് ഇരിക്കാം, ഫോട്ടോയൊക്കെ എടുക്കാം. നല്ല സീനറിയാണ്. അപ്പോൾ റിസോർട്ടിൻ്റെ പല ഭാഗത്തായിട്ട് ഞങ്ങൾ പല സാധനങ്ങളിലൊക്കെ ഊഞ്ഞാലിലും ഒക്കെ ഇരുന്ന് ഫോട്ടോയൊക്കെ എടുത്തപ്പോഴേക്കും സജിതയും പിള്ളേരൊക്കെ എത്തി. പിന്നെ നമ്മളവിടെ ചുറ്റി നടന്ന് കാണാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. സാധാരണ അത്യാവശ്യം നല്ല റിസോർട്ടിലുള്ളത് പോലെയുള്ള എല്ലാ ഫെസിലിറ്റിയും ഇവിടെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരും പറയാറുണ്ട്, യാത്രകൾ മനുഷ്യനെയും മനസ്സിനെയും സ്ഫുടം ചെയ്തെടുക്കാൻ ഉപകരിക്കുമെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. ശരിയാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ ടെൻഷനും സ്ട്രെസ്സും ഒരുപാട് രീതിയിലുള്ള ചിന്തകൾക്കൊക്കെ അവധി കൊടുത്ത് 1-2 ദിവസം നമ്മൾ റിയാലിറ്റിയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് യാത്രയുടെ ലക്ഷ്യം. പ്രകൃതിയോട് ചേർന്ന് പ്രകൃതി ആസ്വദിച്ച് നമ്മുടെ ടെൻഷൻസൊക്കെ ഒന്ന് മാറ്റിവെക്കുക, റിയാലിറ്റിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. നമ്മൾ മറ്റേതോ ഒരു ലോകത്തേക്ക് കുറച്ച് നിമിഷങ്ങൾ, കുറച്ച് ദിവസങ്ങൾ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രിയപ്പെട്ട കാഴ്ചകളൊക്കെ കണ്ട്, നല്ല കാഴ്ചകളൊക്കെ കണ്ട് 1-2 ദിവസം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. നമ്മുടെ ഇഷ്ട ലൊക്കേഷനുകളിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ എടുക്കാം, അത് പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കാം. അപ്പോൾ ഈ പങ്കുവയ്ക്കലും അല്ലെങ്കിൽ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ വലിയൊരു സംഭവമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കുറേ നാളൊക്കെ കഴിഞ്ഞ് നമ്മൾ ചില ഓർമ്മകളൊക്കെ നോക്കുമ്പോൾ, ഓർമ്മകളിലേക്കൊക്കെ തിരിച്ചു വരുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നു ഉള്ള സന്തോഷ നിമിഷങ്ങളൊക്കെ നമുക്ക് തന്നെ ഓർത്തെടുക്കാനും സന്തോഷിക്കാനൊക്കെ ഉള്ള മൂമെൻ്റാണ് ഈ ഓരോ യാത്രയും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊക്കെ കാണാറുണ്ട് എല്ലാവരും യാത്ര പോകുന്ന ചിത്രങ്ങളൊക്കെ, വളരെ മനോഹരമായ ചിത്രങ്ങളൊക്കെയാണ് അവർ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ സന്തോഷങ്ങളും ഒക്കെ നമുക്കുണ്ടായിരുന്നു ഇങ്ങനെയുള്ള സന്തോഷ നിമിഷങ്ങളെന്ന് നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്താനൊക്കെ ഈ ചിത്രവും വീഡിയോസൊക്കെ ഉപകരിക്കും എന്നുള്ളത് കണ്ടാണ്, ചിത്രങ്ങളൊന്നും നശിച്ചു പോകണ്ട എന്ന് ഓർത്തിട്ടാണ് ഓരോന്നും വീഡിയോ ആക്കിയിട്ട് നമ്മുടെ വാളിൽ തന്നെ പോസ്റ്റ് ചെയ്യുന്നത്. രാവിലെ ഒരു 9 മണിയോടുകൂടി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ തിരിച്ചു പോരാനുള്ള തയ്യാറെടുപ്പാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറേ നേരം വീണ്ടും റിസോർട്ടിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ഒരു 12 മണിയോടുകൂടിയാണ് ഞങ്ങൾ അവിടുന്ന് വെക്കേറ്റ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അന്ന് വിഷു ദിവസമായതുകൊണ്ട് തന്നെ റിസോർട്ടിലെ ജീവനക്കാരൊക്കെ ലേഡീസ് സെറ്റ് സാരിയും പുരുഷന്മാർ വിഷുവിന് ചേരുന്ന രീതിയിലുള്ള കോസ്റ്റ്യൂമൊക്കെ ധരിച്ച് വിഷുക്കണിയൊക്കെ ഒരുക്കി വെച്ചിരുന്നു. വെറും 2 ദിവസത്തെ യാത്ര ആയതുകൊണ്ട് തന്നെ സമയപരിമിതി ഉള്ളത് കൊണ്ട് നമ്മൾ കാണാൻ ആഗ്രഹിച്ച കുറേ സ്ഥലങ്ങളൊക്കെ ഇത്തവണയും ഒഴിവാക്കി. എങ്കിലും പിന്നെ ഞങ്ങൾ തേയില ഫാക്ടറിയിലേക്ക് പോകാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ റിപ്പിൾ തേയില ഫാക്ടറിയാണ്. പക്ഷേ തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ തേയില ഫാക്ടറിയിലേക്ക് കയറാൻ നമുക്ക് സാധിച്ചില്ല. അന്ന് അവിടെ അവധിയാണെന്നാണ് അവർ പറഞ്ഞത്. റിപ്പിളിൻ്റെ ഔട്ട്ലെറ്റിൽ നല്ല തിരക്കായിരുന്നു. എങ്കിലും നമ്മളവിടെ നിന്ന് സ്വയം മോഡലായി സങ്കല്പിച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് സന്തോഷം ആയിട്ട് തന്നെയാണ് ഞാൻ പുറത്തോട്ടിറങ്ങിയത്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ചാറ്റൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ ബോട്ടിങ് എന്നുള്ളൊരു സംഭവത്തിലേക്ക് കടക്കാൻ പറ്റിയില്ല. കുറേ 2-3 മണിക്കൂർ അവിടെ ചിലവാക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ
ബോട്ടിംഗ് സെക്ഷനൊക്കെ അങ്ങോട്ട് ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിലേക്ക് തിരിഞ്ഞു. നമ്മളെവിടെ ടൂർ പോയാലും കാണുന്ന വസ്തുക്കൾ തന്നെയാണ് പിന്നെയും പിന്നെയും കാണുന്നതെങ്കിലും നമുക്കതൊക്കെ കാണുമ്പോൾ ഉള്ള ഒരു വെപ്രാളം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ വാങ്ങിയത് തന്നെ പിന്നെയും വാങ്ങാനും കണ്ടത് തന്നെ പിന്നെയും കാണാനും എടുത്തത് തന്നെ പിന്നെ എടുക്കാനൊക്കെ ഉള്ളൊരു ടെൻഡൻസി. ഇത് നമുക്ക് ഉപയോഗം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉപയോഗമില്ല. കാരണം പല തവണ കുട്ടികളാണെങ്കിലും നമ്മളാണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വാങ്ങിച്ചിട്ടുള്ള വസ്തുക്കൾ തന്നെയാണ് വീണ്ടും അവിടെ ഉള്ളത്. വയനാടും ഇടുക്കിയും ബാംഗ്ലൂരും ഊട്ടിയും എവിടെ പോയാലും നമ്മളെല്ലാവരും പലരും വാങ്ങിക്കൊണ്ട് വരുന്ന വസ്തുക്കൾ തന്നെയാണ് പിന്നെയും കാണുക. എങ്കിലും നമ്മുടെ കൈകളും മനസ്സും ഒക്കെ ഒന്ന് വിരുവിരുക്കും. നമുക്കിഷ്ടമുള്ള കാഴ്ചകളൊക്കെ ഇഷ്ടമുള്ളതിലൊക്കെ ചെന്ന് പിടിക്കാനും അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്കൊക്കെ വാങ്ങിക്കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ അതിൽ ആ ബോട്ടിങ്ങിൽ കിട്ടുന്ന സന്തോഷത്തിനേക്കാൾ ഇരട്ടി സന്തോഷമായിരുന്നു ആ മൊത്തത്തിലുള്ള കടകളിൽ കയറി കിടന്നൊരു വിരവി എല്ലാവരും കൂടെ. എത്ര കാഴ്ചകൾ കണ്ടെന്ന് പറഞ്ഞാലും രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാവർക്കും ഡൈജസ്റ്റ് ചെയ്തു. പതുക്കെ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങൾ തലപൊക്കാൻ തുടങ്ങി. പക്ഷേ നമുക്ക് നല്ലൊരു ഫുഡ് കഴിക്കണമെങ്കിൽ അവിടുന്ന് ആ ടൂറിസ്റ്റ് ഏരിയയിൽ നിന്ന് മാറി ടൗൺ ഏരിയയിലൊക്കെ വരേണ്ടതായുണ്ട്. അപ്പം നമ്മൾ അവിടുന്ന് തിരിച്ച് മൂന്നാറിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരിച്ച് അടിമാലി വഴി യാത്ര തിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിയാണ് ഈ ഒരു സ്ഥലം കണ്ടത്. എക്കോ പോയിൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരിക്കലും ഇറങ്ങാതിരിക്കാൻ പറ്റിയില്ല. അത്ര മനോഹരമായ ഒരു സൈലൻറ്റ് പ്ലേസാണിത്. ഒരുപാട് ടൂറിസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിലും നിശബ്ദമായ ഒരു സ്ഥലമാണ്. ആ മരങ്ങളുടെയൊക്കെ പച്ചപ്പൊക്കെ ആ വെള്ളത്തിൽ ചേർന്ന് ലയിച്ചങ്ങനെ നിൽക്കുമ്പോൾ അത്ര സൈലൻ്റായിട്ടുള്ളൊരു പ്രദേശം. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോയൊക്കെ ഒപ്പിയെടുത്തു. വീണ്ടും ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. ഈ ഭൂമിയിലെ മനോഹരമായ പ്രകൃതിയുടെ ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുമെന്നും അത് നമ്മളിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തുമെന്നും അത്യാവശ്യം കുറച്ച് ചിന്തകളിൽ എങ്കിലും മാറ്റം വരുത്തുമെന്നും ഒത്തിരി പുതിയ ആൾക്കാരുമായി പരിചയപ്പെടാനൊക്കെ സാധിക്കും എന്നുള്ളതാണ് ഒരു യാത്രയുടെ പ്രത്യേകത. ഇത്തവണ മൂന്നാറിൽ കണ്ട കലാധരൻ ചേട്ടനെയും ചന്ദ്രകുമാറിനെയും മുത്തപ്പനെയും ഒക്കെ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഒപ്പിയെടുത്തുകൊണ്ടാണ് ഞാനും മൂന്നാറിൽ നിന്നും യാത്ര പറഞ്ഞ് നാട്ടിലേക്ക് എത്തിയത്. അതുവരെയുള്ള ഞങ്ങളുടെ യാത്ര അതിമനോഹരമായിരുന്നുവെങ്കിലും വിശപ്പിൻ്റെ വിളി വല്ലാതെ പിടിമുറുക്കിയത് കൊണ്ട് ഞങ്ങൾ വരുന്ന വഴി കണ്ണൂർ കിച്ചണിൽ കയറി ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. കുട്ടിത്തം വിട്ടുമാറാത്ത കൊച്ചന്മാരും അതിനൊത്ത കുട്ടികളും ലോലിപോപ്പും എല്ലാമായിട്ട് ഞങ്ങൾ തിരികെ യാത്ര തിരിക്കുമ്പോൾ മനോഹരമായ ഒരു വിഷുക്കാല ഓർമ്മകൾ സമ്മാനിച്ച ഒരു മൂന്നാർ യാത്ര മനസ്സിൽ ഒരു സന്തോഷമായി അവശേഷിക്കുകയാണ്. ഈ ചെറിയ യാത്രകൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, കാലവും പ്രപഞ്ചവും ഒക്കെ ഇങ്ങനെ നീണ്ടു നിവർന്ന് നമ്മുടെ മുന്നിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അത്യാവശ്യം ചെറിയ യാത്രകളൊക്കെ എല്ലാവരും ചെയ്യണം. ഇതുപോലുള്ള നല്ല കാഴ്ചകളൊക്കെ നമ്മുടെ കണ്ണിൽ കൊരുത്തുകൊണ്ടും ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ നീതി പുലർത്താൻ പറ്റും. കുറച്ചൊക്കെ കാഴ്ചകൾ, പ്രകൃതി ഒരുക്കിയ കുറച്ചൊക്കെ കാഴ്ചകൾ നമ്മളും കണ്ടല്ലോ എന്ന് നമുക്ക് അഭിമാനിക്കാം. മൂന്നാർ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, സ്നേഹം.